ഹലോ കൂട്ടുകാരെ, മലയാളി മോമിലേക്ക് നിങ്ങൾക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ എല്ലാവരും എക്സാമൊക്കെ കഴിഞ്ഞ് വന്ന് വീട്ടിൽ റിലാക്സ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. എല്ലാവരും വെക്കേഷൻ തുടങ്ങാൻ പോകുന്നതിൻ്റെ എക്സൈറ്റ്മെൻറ്റും സന്തോഷമൊക്കെ ആയിട്ടാവില്ല ഇരിക്കുന്നത്. അപ്പോൾ എക്സാമിനെ കുറിച്ചൊക്കെ ഇനി നമുക്ക് മറക്കാം. ഇനി നമുക്ക് വെക്കേഷനെ കുറിച്ച് ആലോചിക്കാം അല്ലേ. അപ്പോൾ നെക്സ്റ്റ് ഡേ പലർക്കും ഓണം സെലിബ്രേഷൻ ഉണ്ടായിരിക്കും. അപ്പോൾ ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ടുള്ള കുറച്ച് പ്ലാനിങ്ങും അതുപോലെ തന്നെ ക്ലാസ്സിലേക്ക് പോകുമ്പോൾ നമ്മൾ സെറ്റ് ചെയ്ത് വെക്കേണ്ട കാര്യങ്ങളും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓണം സെലിബ്രേഷന് ട്രൈ ചെയ്യാൻ പറ്റുന്ന നല്ല ഹെയർ സ്റ്റൈലും പിന്നെ കുഞ്ഞ് ക്രാഫ്റ്റ് ഐഡിയയും എല്ലാം കൂടി അടങ്ങിയിരിക്കുന്ന ഒരു മിക്സ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഹെൽപ്ഫുൾ ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ ആദ്യം നമ്മൾ രാവിലെ എഴുന്നേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം പൂക്കളം ഇടുക എന്നുള്ളതാണ്. ഇത്രയും ദിവസം നിങ്ങൾ പൂക്കളൊക്കെ ഇട്ടിട്ടുണ്ടാവും. ചിലപ്പോൾ എക്സാമിൻ്റെ തിരക്ക് കാരണം ചിലപ്പോൾ വീട്ടിൽ വേറെ ആരെങ്കിലും ആയിരിക്കും പൂക്കളം ഇട്ടിട്ടുണ്ടാവുക. ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും പൂക്കളൊക്കെ നല്ല ഭംഗിയായിട്ട് ഇടുക. അപ്പോൾ ഇവിടെ ഒരു രണ്ടുപേരും മാറി മാറിയാണ് പൂക്കളിടുക. അപ്പോൾ ഒരു ദിവസം ഇസ പൂക്കളിടുകയാണെങ്കിൽ അടുത്ത ദിവസം റോസും ആയിരിക്കും ഇടുക. അപ്പോൾ അന്നത്തെ ദിവസം ഇസയാണ് പൂക്കളം ഇട്ടിട്ടുണ്ടായിരുന്നത്. സ്ക്വയർ ഷേപ്പിലുള്ള പൂക്കളാണ് ഇടുന്നിട്ട്. അടുത്തത് നമ്മുടെ ഓണം സെലിബ്രേഷന് എന്ത് ഔട്ട്ഫിറ്റ് ഇട്ടിട്ട് പോകണം എന്നുള്ളത് പ്ലാൻ ചെയ്യാം കേട്ടോ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ എനിക്ക് തോന്നുന്നത് ഓണത്തിന് നമ്മൾ ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഡ്രസ്സ് തന്നെ യൂസ് ചെയ്യാം കേട്ടോ. പട്ടുപാവാടയോ ധാവണിയോ അല്ലെങ്കിൽ സെറ്റ് മുണ്ട് സെറ്റ് സാരി ഇതൊക്കെ തന്നെയാണ് അതിൻ്റെ പെർഫെക്ഷൻ. അപ്പോൾ നമ്മൾ സെലിബ്രേഷൻ മുമ്പ് ചിലവരെങ്കിലും വേറെ മോഡലിലൊക്കെ ഡ്രസ്സ് ചെയ്ത് പോകാറുണ്ട്. എനിക്ക് കൂടുതലിഷ്ടം പട്ടുപാവാടയൊക്കെ ഇട്ടിട്ട് പോകുന്നത് തന്നെയാണ് കേട്ടോ. ഇനി മൂന്നാമതായിട്ട് നമ്മൾ ചെയ്യേണ്ടത്, നമ്മൾ ഏത് ഡ്രസ്സ് ഇടണമെന്ന് തീരുമാനിച്ചല്ലോ അതിൻ്റെ കൂടെ എന്തൊക്കെ കാര്യങ്ങൾ നമുക്ക് വേണമെന്ന് വെച്ചാൽ അതെല്ലാം തലേദിവസം തന്നെ സെറ്റ് ചെയ്ത് വെക്കുക. ഇതിപ്പോൾ നമ്മൾ സെലിബ്രേഷന് പോകുമ്പോൾ മാത്രമല്ല ഏതൊരു ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഇപ്പോൾ നമ്മൾ പട്ടുപാവാട ഇടുമ്പോൾ അതിൻ്റെ കൂടെ മാച്ചിങ് ആയിട്ട് മാലയും കമ്മലും വളകളും അതോടൊപ്പം തന്നെ ഇനി മുല്ലപ്പൂ വയ്ക്കുന്നുണ്ടെങ്കിൽ വാങ്ങണമെങ്കിൽ വാങ്ങണം, ഇല്ലെങ്കിൽ റെഡിമെയ്ഡ് ആയിട്ടുള്ള മുല്ലപ്പൂ എന്തെങ്കിലും അങ്ങനത്തെ വെക്കണമെങ്കിൽ വെക്കാം. അതോടൊപ്പം തന്നെ ഇപ്പോൾ നമ്മൾ പൊട്ടൊക്കെ കുത്തുന്നുണ്ടെങ്കിൽ അത് ഹെയർ സ്റ്റൈലൊക്കെ ചെയ്യുന്ന സമയത്ത് ആവശ്യമുള്ള എന്തെങ്കിലും ഹെയർ പിൻസ് ഇങ്ങനത്തെ കാര്യങ്ങളെല്ലാം തന്നെ സെറ്റ് ചെയ്ത് നേരത്തെ കൂട്ടി വെക്കുക. അപ്പോൾ എന്ന് വെച്ചാൽ രാവിലെ നമുക്ക് നല്ല ഭംഗിയായിട്ട് ഒരുങ്ങിയിട്ട് പോകാം. കാരണം നമ്മളിതെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. നമുക്ക് കുറേ ടൈം വേസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതെല്ലാം നമ്മൾ നേരത്തെ കൂട്ടി നമ്മുടെ ഡ്രസ്സിൻ്റെ മാച്ചിങ് ആയിട്ടൊക്കെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ഈ ഒരു പ്ലാനിങ് നമ്മൾ ചെറുപ്പം മുതലേ പഠിക്കുകയാണെങ്കിൽ നമ്മൾ എത്ര വലുതായാലും നമുക്കത് ഭയങ്കര യൂസ്ഫുള്ളായിരിക്കും. അപ്പോൾ ഇവരുടെയൊക്കെ സ്കൂളിൽ ഓണസദ്യ കൂട്ടുകാരെല്ലാവരും ഒന്നിച്ചിരുന്നിട്ടാണ് കഴിക്കുക. സ്കൂളിൽ നിന്നും അവർ സാമ്പാർ ഉണ്ടാക്കിയിട്ട് അവർക്ക് കൊടുക്കും എല്ലാ കുട്ടികൾക്കും. ബാക്കിയുള്ള വിഭവങ്ങൾ ഓരോ കുട്ടികളും വീട്ടിൽ നിന്ന് ഉണ്ടാക്കി കൊണ്ടുവരിക ചെയ്യുക. അപ്പോൾ നിങ്ങൾ അങ്ങനെ സ്കൂളിൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്ത് വിഭവം ഉണ്ടാക്കണ്ടേന്ന് അമ്മോട് നേരത്തെ പറയുക. അപ്പോൾ അമ്മ അത് രാവിലെ എല്ലാം തയ്യാറാക്കി ഡബ്ബയിലൊക്കെ ആക്കിത്തരും. അപ്പോൾ മോരുകറിയോ ഇഞ്ചമ്പുളിയോ പപ്പടോ എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് ഓരോ ഐറ്റം വെച്ചിട്ട് കൊണ്ടുപോയാൽ മതി. പണ്ട് എല്ലാവരും കൂടി ഷെയർ ചെയ്തിട്ട് പല പല കറികളും കൂട്ടിയുള്ള നല്ല രസകരമായ ഓണസദ്യ കഴിക്കുകയാണ് ചെയ്യാറുള്ളത് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ എന്തെങ്കിലും പുതിയ ഹെയർ സ്റ്റൈലൊക്കെ ഓണത്തിന് ട്രൈ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയാണെങ്കിൽ ആ നേരത്തെ കൂട്ടി നമ്മളൊന്ന് നോക്കി വെച്ചിട്ട് അതൊന്ന് നമ്മൾ കെട്ടി നോക്കുക. നമ്മൾ സ്വന്തമായിട്ട് കെട്ടുന്നവരാണെങ്കിൽ സ്വന്തമായിട്ട് കെട്ടി നോക്കുക. ഇല്ല നമുക്ക് തനിയെ കെട്ടാൻ പറ്റാത്തതാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അമ്മമാരോടൊന്ന് പറഞ്ഞു വെക്കുക എന്താണ് മുടി കെട്ടേണ്ടത് എങ്ങനെയാണെന്ന്. കാരണം രാവിലെ അതനുസരിച്ച് നമ്മുടെ പണികൾ പ്ലാൻ ചെയ്താലാണ് ഇതുപോലെ എന്തെങ്കിലുമൊക്കെ വ്യത്യസ്തമായ ഹെയർ സ്റ്റൈലോ കാര്യങ്ങളൊക്കെ ചെയ്ത് കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ആ നേരത്ത് പോയിട്ട് എനിക്ക് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അമ്മ ഭയങ്കര തിരക്കായിരിക്കും, അപ്പോൾ വഴക്ക് കേൾക്കില്ല. അപ്പോൾ അതിലും നല്ലത് തലേ ദിവസം തന്നെ എന്തെങ്കിലും ഒരു ഹെയർ സ്റ്റൈൽ പ്ലാൻ ചെയ്ത് അതൊന്ന് കെട്ടിയൊക്കെ നോക്കാം. അതിനനുസരിച്ച് നമുക്ക് ഭംഗിയിൽ മുടി കെട്ടി പോകാനായിട്ട് പറ്റും. അപ്പോൾ അതിങ്ങനെ ഒരു ഹെയർ സ്റ്റൈൽ ലോങ് ഹെയർ ആണെങ്കിൽ നിങ്ങൾക്ക് ട്രൈ ചെയ്യാം കേട്ടോ. നല്ല ഈസിയാണ്. ഇങ്ങനെ മുടി ഇങ്ങനെ ട്വിസ്റ്റ് ചെയ്തിട്ട് രണ്ട് രീതിയിൽ ട്വിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം ആ മുടിയെല്ലാം കൂട്ടിപ്പിടിച്ച് ഇങ്ങനെ മെടഞ്ഞെടുത്തിട്ട് ഒരു റോസാപ്പൂവിൻ്റെ ഡിസൈൻ വരുത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ ഒന്ന് ആക്കിയെടുത്തിട്ട് കെട്ടുകയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെ പല വ്യത്യസ്ത രീതിയിലൊക്കെ നമുക്ക് കെട്ടാം. സിമ്പിളായിട്ട് മതി എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യാം. പൂക്കളൊക്കെ വെച്ച് നമുക്ക് മുല്ലപ്പൂവൊക്കെ വെക്കണമെങ്കിൽ അങ്ങനെയൊക്കെ വെച്ച് ഭംഗിയാക്കാം. ഇനി നിങ്ങൾക്ക് ഷോർട്ട് ഹെയർ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെയുള്ള ഷോർട്ട് ഹെയർ സ്റ്റൈൽ ട്രൈ ചെയ്യാം കേട്ടോ. അപ്പോൾ സാധാരണ മുടി ജസ്റ്റ് ഇങ്ങനെ പോണിറ്റെയിൽ കെട്ടിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുമ്പോൾ ഒരു ചേഞ്ച് ആയിരിക്കും. പക്ഷേ നമുക്ക് കുറച്ച് സമയം വേണമെന്ന് മാത്രം രാവിലെ. അപ്പോൾ ഇത് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ കെട്ടി കൊടുത്തിട്ട് രണ്ട് സൈഡിൽ നിന്ന് മുടി ഇങ്ങനെ കെട്ടി കൊടുത്തിട്ട് ഇങ്ങനെ ഇതുപോലെ അപ്സൈഡ് ഡൗൺ ഇങ്ങനെ ആക്കി കൊടുക്കുക കേട്ടോ. തിരിച്ചമറിച്ചാക്കി കൊടുക്കുക. അപ്പോൾ ഇതുപോലെ തന്നെ 2-3 പ്രാവശ്യം നമുക്ക് ആക്കി കൊടുക്കാം. ഇല്ലയെന്നുണ്ടെങ്കിൽ ഒറ്റത്തവണ മാത്രം മതിയെങ്കിൽ അങ്ങനെ ചെയ്യാം. അതിനുശേഷം നമുക്ക് പൂക്കളൊക്കെ വയ്ക്കാം, അല്ലെങ്കിൽ മുല്ലപ്പൂവൊക്കെ വയ്ക്കാം. അതിനുശേഷം വേണമെങ്കിൽ സ്ലൈഡ് എന്തെങ്കിലുമൊക്കെ കുത്തി കൊടുക്കാം.
അതുപോലെ തന്നെ നിങ്ങൾക്ക് ഓണവുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഗ്രീറ്റിംഗ് കാർഡുകൾ തയ്യാറാക്കാം. അപ്പോൾ നമ്മുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ നമുക്ക് ഷെയർ ചെയ്യാം. മാത്രമല്ല ഇങ്ങനെ ഓണം കാർഡുകളിൽ ഇപ്പോൾ ഈ എഴുതിയിരിക്കുന്ന പോലെ എഴുതി നിങ്ങൾക്ക് പോസ്റ്റർ തയ്യാറാക്കാം. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് സ്കൂളിൽ ബോർഡിലൊക്കെ നമുക്ക് എഴുതാനൊക്കെ ഉപയോഗിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഒരു മോഡലാണ് ഇപ്പോൾ ഈ വരച്ച് കാണിക്കുന്നത്. ഇതുപോലത്തെ ഒരുപാട് മോഡൽ ഞാൻ മുൻപ് വരച്ചിട്ടൊരു വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വേണമെങ്കിൽ ഷെയർ ചെയ്യാം. അപ്പോൾ അതിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും മോഡൽ ഇഷ്ടപ്പെട്ടെങ്കിൽ അത് വേണമെങ്കിൽ ഇൻസ്പയർഡ് ആയിട്ട് നിങ്ങൾക്ക് നോക്കി ട്രൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത് ഒരു മോഡലിൽ ചെയ്തിട്ടുള്ളതാണ്. വേണമെങ്കിൽ ഇതൊന്ന് കണ്ടു നോക്കിയോളൂ. അതുപോലെ തന്നെ വേറെ കുറച്ച് മോഡൽസ് നമ്മൾ വരച്ചിട്ടുള്ളതിൻ്റെയാണ് ഇപ്പോൾ ഈ കാണിക്കുന്നത്. അപ്പോൾ ഇതിലേതെങ്കിലുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രീറ്റിംഗ് കാർഡ്സൊക്കെ ഉണ്ടാക്കി നിങ്ങളുടെ ഫ്രണ്ട്സിനും ഒക്കെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാം കേട്ടോ. അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഡേ നമ്മൾ ഡാൻസോ അങ്ങനെ എന്തെങ്കിലും പരിപാടികളൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ അതിനുള്ള കോസ്റ്റ്യൂമും ഓർണമെൻറ്റ്സും ഇതെല്ലാം സെറ്റ് ചെയ്ത് നമ്മുടെ കവറിൽ ആക്കിയിട്ട് വെക്കുക. ഇനി അതോടൊപ്പം തന്നെ നെക്സ്റ്റ് ഡേ രാവിലെ നമ്മൾ കറികളൊക്കെ ഉണ്ടാക്കി കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ആ കറികളെല്ലാം തന്നെ ഡബ്ബയിലൊക്കെ ആക്കി അതും കൂടി കവറിലാക്കി നമ്മൾ കൊണ്ടുപോകേണ്ട ഐറ്റംസിൻ്റെ കൂടെ അടുത്ത് തന്നെ വെക്കുക. ഇല്ലെങ്കിൽ അത് മറക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതെല്ലാം നമ്മൾ സെറ്റ് ചെയ്ത് വെക്കുക. ഇനി ക്ലാസ്സിലേക്ക് പോകുന്ന ദിവസം അപ്പോൾ നമ്മൾ രാവിലെ എല്ലാം കുളിച്ചൊക്കെ ഫ്രഷായി നമ്മൾ നല്ല രീതിക്കൊക്കെ ഭംഗിയായിട്ട് ഒരുങ്ങുക. അപ്പോൾ നമ്മൾ തലേ ദിവസം നല്ല ഡ്രസ്സൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്, നമ്മൾ ഓർണമെൻറ്റ്സ് ഒക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി മേക്കപ്പൊക്കെ നമുക്ക് പാരൻസ് ചെയ്തിട്ടുണ്ട് ഇഷ്ടമെന്ന് വെച്ചാൽ അങ്ങനെ വല്ലതൊക്കെ ചെയ്യണമെങ്കിൽ ചെയ്യാം. ഇല്ലെങ്കിൽ വേണ്ട, സിമ്പിളായിട്ട് നമുക്ക് മതിയെങ്കിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യാവുന്നതാണ്. അപ്പോൾ അതൊക്കെ ചെയ്ത് ഒരുങ്ങി നല്ല ഭംഗിയായിട്ട് ക്ലാസ്സിലോട്ട് പോവാം. അതോടൊപ്പം തന്നെ ഓണം സെലിബ്രേഷൻ നമ്മൾ പോകുമ്പോൾ മാക്സിമം നമ്മൾ ഓണവുമായി ബന്ധപ്പെട്ട കളികളും പാട്ടുകളും അതൊക്കെ നമ്മൾ അവതരിപ്പിക്കുക കേട്ടോ. അപ്പോൾ ഇവരുടെയൊക്കെ ക്ലാസ്സിൽ ഓണവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ പരിപാടികൾ ക്ലാസ്സിൽ തന്നെ അവതരിപ്പിക്കുക. അപ്പോൾ ഓണപ്പാട്ടുകൾ ചിലർ പാടുന്നുണ്ട്, ഓണവുമായി ബന്ധപ്പെട്ട ഡാൻസ് ഒക്കെ കളിക്കുന്നുണ്ട്, പിന്നെ ഓണസദ്യ ഉണ്ടാവും അല്ലേ. അപ്പോൾ എല്ലാ കുട്ടികളും നമ്മുടെ കൂട്ടുകാരൊക്കെ കൊണ്ടുവന്നിട്ടുള്ള വിഭവങ്ങളെല്ലാം നമ്മൾ ഇലയിലാണ് അല്ലെങ്കിൽ പാത്രത്തിൽ കഴിക്കുന്നത് വെച്ചാൽ അങ്ങനെ അത് വിളമ്പി നമ്മളെല്ലാവരും ഷെയർ ചെയ്ത് കഴിക്കുക അല്ലേ. എന്ത് രസമുള്ള ദിവസമാണ്. അപ്പോൾ എന്തായാലും നിങ്ങളുടെ ഓണം സെലിബ്രേഷൻ ഇതുപോലെ നല്ല ഭംഗിയാവട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. പുതിയൊരു നല്ല വീഡിയോ ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതായിരിക്കും. അതുവരേക്കും എല്ലാ കൂട്ടുകാർക്കും ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.